കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ യാസിറിനെ ഇന്നലെ രാത്രി തന്നെ പിടികൂടി. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ ഇന്ന് പുലർച്ചെയോടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കക്കാട് സ്വദേശി ഷിബിലയെയാണ് ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഷിബിലയുടെ മാതാപിതാക്കൾക്കും വെട്ടേറ്റിരുന്നു. ഇംതിയാസ് കരീം കൂടുതൽ വിവരങ്ങൾ നൽകും. ഇംതിയാസ്, കുടുംബ വഴക്കാണ് അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായിരുന്നു സംഭവം? ഷിബിലയെ കൊലപ്പെടുത്താനുള്ള കാരണം? ഈ ഷിബിലയുടെ മാതാപിതാക്കൾക്കും വെട്ടേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടിനെ ഒന്നാകെ നടത്തിയ സംഭവമാണ്. യാസിർ തന്റെ സ്വന്തം ഭാര്യയായ ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഭാര്യ മാതാവിനെയും ഭാര്യ പിതാവിനെയും ഒക്കെ പരിക്കേൽപ്പിച്ച് അവരൊക്കെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം വെച്ച യാസിറിനെ പിടികൂടുകയും യാസിറിനെ ഇന്നലെ തന്നെ വൈദ്യപരിശോധന ബീച്ച് ആശുപത്രിയിൽ പൂർത്തിയാക്കി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ യാസിറിനെ ഹാജരാക്കണം. അതുപോലെ തന്നെ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കുകയും വേണം. ഇതിൽ പ്രധാനമായിട്ടും യാസിർ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഈ ലഹരിയുടെ ആസക്തിയിലാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയത് എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. കാരണം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വിൽപ്പന, ലഹരി ഉപയോഗം തുടങ്ങിയ സംഗതികളെല്ലാം യാസിറിനുണ്ട് എന്ന്, യാസിർ കുറെ കാലമായിട്ട് ആ രീതിയിലുണ്ട് എന്ന് പലരും പറയുന്നു. അതോടൊപ്പം കഴിഞ്ഞ 2020 ഈ യാസിറിന്റെയും ഷിബിലയുടെയും വിവാഹം കഴിയുന്നത്. അതിനുശേഷം കുടുംബ വഴക്ക്, അതായത് ലഹരി മൂലമുണ്ടാകുന്ന കുടുംബ വഴക്ക്, ആ കുടുംബ വഴക്കിൽ പിണങ്ങിക്കഴിയുകയായിരുന്നു ഷിബില. അങ്ങനെ പിണങ്ങിക്കഴിയുന്ന ഇവരെ ഭാര്യ വീട്ടിലെത്തിയിട്ടാണ് ഇത്തരത്തിൽ യാസിർ കൊലപ്പെടുത്തുന്നത്. അതായത് പുതിയൊരു കത്തി, പോലീസിനോട് സംസാരിച്ച സമയത്ത് പോലീസ് പറഞ്ഞത് ഇന്നലെ തന്നെ ഒരു പുതിയ കത്തിയെല്ലാം യാസിർ വാങ്ങിച്ചിരുന്നു. ആ കത്തി ഉപയോഗിച്ച് എല്ലാം വളരെ ആസൂത്രിതമായി ചെയ്ത പോലെയാണ് കാര്യങ്ങൾ. പോലീസിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാരണം ഈ യാസിർ ഉപയോഗിച്ചിരുന്ന ഒരു മാരുതി അൾട്ടോ കാറുണ്ട്. ആ കാറിലാണ് യാസിർ ഭാര്യ വീട്ടിലെത്തുന്നത്. നോമ്പുതുറ സമയം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് എത്തി കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് അതേ കാറിൽ തന്നെ രക്ഷപ്പെടാനായിരുന്നു ശ്രമം. പക്ഷേ ഈ താമരശ്ശേരി പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ഈ ടവർ ലൊക്കേഷൻ ഇവിടെ വിട്ടെങ്ങും പോയിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുന്നു. ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും കാര്യമായി പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് പോലീസിനെ കാഷ്വാലിറ്റിക്ക് സമീപം വെച്ച് യാസിറിനെ പിടികൂടാനായത്.